കരാർ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട അത്രയും എണ്ണം ജോലിക്കാരെ കമ്പനികൾ സ്ഥിരമായി സർക്കാർ സ്ഥാപനങ്ങളിലും ഡിപ്പാർട്ട്മെന്റുകളിലും എത്തിച്ചു നൽകുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പരിശോധക സംഘത്തെ നിയോഗിച്ചത്. രാജ്യത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ മുറാസിൽ, ഫറാഷ്, ക്ലീനിംഗ് തുടങ്ങിയ ജോലികൾക്കാണ് സർക്കാർ കരാർ ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നത്. സർക്കാരുമായുണ്ടാക്കിയ കരാർ പ്രകാരം സ്വകാര്യ മാൻപവർ കമ്പനികളാണ് ഇത്തരം ജോലിക്കായി ആളുകളെ നൽകുന്നത്. രജിസ്റ്റർ പ്രകാരം തങ്ങൾ നൽകുന്ന തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് സർക്കാരിൽ നിന്ന് കമ്പനികളാണ് ശമ്പളം വാങ്ങിക്കുന്നത്. ഇതിൽ നിന്ന് നിശ്ചിത തുക തൊഴിലാളികൾക്ക് ശമ്പളമായി നേരിട്ട് നൽകുന്നത് കമ്പനികളാണ്. രജിസ്റ്ററിൽ മാത്രം നിശ്ചിത എണ്ണം കാണിച്ച് കൃത്യമായി ജീവനക്കാരെ നൽകാതെ പല കമ്പനികളും സർക്കാരിനെ കബളിപ്പിക്കുന്നതായി ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം നടത്താൻ മാൻപവർ അതോറിറ്റി തീരുമാനിച്ചത്. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി കരാർ പ്രകാരമുള്ള ജീവനക്കാർ ജോലിക്കെത്തുന്നുണ്ടെന്ന് പരിശോധക സംഘം ഉറപ്പുവരുത്തും. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ജൂൺ 29-ന് ശേഷം സർക്കാർ കോൺട്രാക്ടിംഗ് വ്യവസ്ഥയിൽ രാജ്യത്തെത്തിയ തൊഴിലാളികൾക്ക് വിസമാറ്റം അനുവദിക്കേണ്ടതില്ലെന്ന തീരുമാനമെന്നും മാൻപവർ റിക്രൂട്ട്മെന്റ് അതോറിറ്റിയിലെ പ്രൈവറ്റ് കോൺട്രാക്ടിംഗ് വിഭാഗം മേധാവി നാസർ അൽ ഷുഹൈൽ പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.